അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വരുമാനമില്ലാത്തതുകൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവാക്കാൻ 1.3% ഓഫ് GSDP ആണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറായി, പലിശ ഒരുപാട് കൊടുക്കുന്നതായി, 20% പലിശ കൊടുക്കുന്ന വരവിൻ്റെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്, വൺ ഓഫ് ദ ലോവസ്റ്റ് ഇൻ ദ ഇന്ത്യ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ദ സ്റ്റേറ്റ് ഹാസ് ബീൻ റിപ്പീറ്റഡ്ലി RBI ലിക്വിഡിറ്റിയിൽ നമുക്ക് പ്രോബ്ലം ഉണ്ട്. നമുക്കൊരു വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഏതാണ്ട് 262 ദിവസത്തെ വെയ്സ് ആൻഡ് മീൻസും ഓവർ ഡ്രാഫ്റ്റ്, അതായത് ഈ താൽക്കാലികമായിട്ട് ഇത് ചെയ്യാനായിട്ട്, അതായത് നിത്യവൃദ്ധിക്കുള്ള അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ മാറി. ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസായി. എന്നാൽ ധൂർത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിന് ചിലവാക്കിയതാകട്ടെ, ട്രാവലിന് ചിലവാക്കിയതാകട്ടെ, ഇവരുടെയൊക്കെ മന്ത്രി മന്ദിരങ്ങളിൽ കൊടുത്ത ഇതാകട്ടെ, ഇതെല്ലാം നോക്കുകയാണെങ്കിലും ഇറ്റ് ഹാസ് ബീൻ വെരി ഹൈ. പലിശ കൊടുത്തത് കിഫ്ബിയിൽ മാത്രം ഞാൻ പറഞ്ഞില്ലേ, അഡീഷണൽ കൊടുത്തത് ഏതാണ്ട് 450 കോടി രൂപയോളം അഡീഷണൽ കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് നേരിട്ട് വാങ്ങിച്ചതിനേക്കാൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണവും ഇല്ല. ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ അതോ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതാണ് നമ്മുടെ ഒരു സാമ്പത്തിക സ്റ്റേറ്റ് അല്ലേ? അത്